പ്രവർത്തിച്ചോണ്ട് സ്വന്തമായിട്ട് പ്രാർത്ഥന പാട് അല്ല മൂന്നുപേരും ഒരുമിച്ച് പാട് ഓം നമ ശിവായ കേറിക്കോ. ഓർമ്മ എണ്ണ ശക്തിയൊന്നും ഇല്ല. ഒരു കാര്യമായിട്ടൊരു കാര്യമൊക്കെ പറഞ്ഞ് അതൊക്കെ മഴ പഠിച്ച് കൊണ്ടുപോകും. എന്തിനു പറഞ്ഞ് കെട്ടിയിടാന്ന് പറഞ്ഞിരിക്കണവരാണ്. ഈശ്വര ഭഗവാനെ മാർഗം നന്നായിട്ട് വെടിവെക്കാനും ഒക്കെ പറ്റണേ. വേറെ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എടാ നിങ്ങൾ മൂന്നുപേരും ഐശ്വര്യമായിട്ടൊന്ന് കേറുവോ? ഞങ്ങൾ പുറകെ കേറിക്കോളാം. പറഞ്ഞെങ്കിലേ ഉള്ളൂ. അല്ലല്ല നിന്റെ ഗ്യാങ് ഡ്രസ് എന്ത് നിന്റെ ബർത്ത്ഡേ കളർ ഡ്രസ് ഇട്ട് വരാൻ. 60 ഡിഗ്രി അടിക്കണ നിന്റെ ബർത്ത്ഡേ കളർ ഡ്രസ് ഇട്ട് വരാൻ എന്തിനാ ഓടി വന്നതാണ് ഇപ്പൊ പുതുക്കിയത്. ആളെ കേറ്റാതെ വെൽക്കം ടു ടിവി ചന്ദ്ര. ഇന്ന് ഞാനത് ഡീമൻ സെക്കൻഡ്. ലെറ്റ്സ് ഗോ. എത്ര ദിവസമാടാ ഞാൻ ബ്രാവോ വേണ്ട. അപ്പാപ്പ ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ടേ. അപ്പാപ്പ കേക്കോ റേഡിയോയില്? അല്ല അപ്പാപ്പന്റെ സൗണ്ട് കേൾക്കണില്ല. അപ്പാപ്പ അന്നേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിക്കില് ബ്രാവോയും ഞാൻ ബാൻ ചെയ്തായിരുന്നു കേട്ടാ. ബ്രാവോ ഒന്നും ഇടാൻ പറ്റത്തില്ല, KV ഒന്നും ഇടാൻ പറ്റത്തില്ലേ. അത് ഞാനൊന്ന് ആദ്യമേ പറയണം കേട്ടാ. അത് കുഴപ്പമില്ല, നമുക്കത് എനിക്ക് വേറെ രീതിയിൽ ചാലി തന്നാ മതി. അത് ബാക്കിയുള്ളവർ എന്ത് ഇവിടെ 4 പേരേ ഉള്ളൂ. ഹലോ കത്തിപ്പോയി. അടുത്ത് വരുമ്പത്തേക്ക് തെളിഞ്ഞു വരും ഇവിടെ. ആരും ഇല്ല ഇവിടെ. എന്തിനു പറയാനാ? എനിക്ക് 4 പേരെ കാണത്തുള്ളൂ. ഓരോരുത്തർ വരുന്നു. ഹലോ അണ്ണൻ കോർത്ത് എടാ സിറ്റി PL ആണോടാ ഇത്രയും? ഗൈസ് 28K വാസ് ദ പീക്ക്. താങ്ക് യു സോ മച്ച്. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അപ്പാപ്പ. ഒടുക്കത്തെ പിങ്, ഒടുക്കത്തെ PL. അപ്പാപ്പ ഇതൊക്കെ എന്താ അപ്പാപ്പ? എനിക്ക് തോന്നുന്നു വാസമോനെ തന്നെ ടാർഗറ്റ് ചെയ്ത ആൾക്കാർ അടിക്കുന്നതാന്ന് തോന്നുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്കും കുഴപ്പമില്ല. എനിക്ക് നിങ്ങളെ ആരും കാണുന്നില്ല. എനിക്ക് ആകെ കാണുന്നത് ഗ്യാങ്സിന്റെ വെളിയില് ഞാൻ മാർക്ക് ചെയ്ത് പിങ് നോക്കി. പിങ് കാണുന്നുണ്ടോ മാപ്പില്? ഇല്ല മാപ്പില് കാണുന്നില്ല. മാപ്പില് റേഡിയോ തന്നെ അല്ലേ? ഞാൻ റേഡിയോയിലുണ്ട്. നമ്മുടെ വീടിന്റെ പുറകിലോട്ട് വാ. അത് അങ്ങനെ ബാൻ ചെയ്തതല്ല. എന്താന്ന് പറയട്ടെ, ഞാന് വെറുതെ അനാവശ്യമായിട്ട് അവരുടെ ചോദ്യങ്ങൾ ചോദിച്ച് വെറുതെ ഓരോന്ന് പറഞ്ഞ് ഓഡിയൻസ് ഓരോന്ന് പറഞ്ഞ് ഇതാക്കണ്ട എന്ന് വിചാരിച്ച് ബാൻ ചെയ്തതാണ്. എടാ എന്തേ നിൽക്കുന്നു പുതിയ റിക്രൂട്ട്മെന്റ്? ഹലോ കേക്കോ? ഹലോ ഒന്ന് കൈവക്കേ നീ താത്തേ. ഓക്കെ ഞാൻ കൈവക്കാം. താക്കട്ടെ? നോർമൽ അല്ലേ ഞാൻ? ഓക്കെ താങ്ക് യുടാ. ഇല്ല ഒന്നുമില്ല. അയ്യോ എടാ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറടാ. ഞാനും അകത്തോട്ടോ?
അല്ല റിക്രൂട്ട്മെന്റ് ആണോ? ചെറുതായിട്ട്. എടാ ഞാൻ വെളി സംസാരിക്കാം കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് വെളി സംസാരിക്കാം. ഓക്കെ ഓക്കേടാ, ഓക്കെ. അവന്മാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും ഉണ്ട്, നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ളൊരു മൈൻഡ് ഉണ്ട്, മനസ്സിലായ? വേറെ ഒന്നും വേണ്ട. നമ്മൾ എൻഡ് ഓഫ് ദി ഡേ എന്തെങ്കിലും ഒരു വേഴ്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് പേരാണ് ശരിക്കും പറഞ്ഞാൽ ഇനി വേണ്ടുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. ബാക്കി PvP ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ആ ഇട്ടേക്കണ 4 സ്ലോട്ട് കേസ് ഞാനത് വളരെ സെലക്റ്റീവായിട്ട് ഞാൻ ആ 4 സ്ലോട്ട് എടുക്കുകയുള്ളൂ. നാളെ ആരൊക്കെ പോയാലും ആരൊക്കെ നിന്നാലും എന്തൊക്കെ വന്നാലും എൻ്റെ കൂടെ ഉറപ്പുള്ള ഒരു 4 പേരെ ഞാൻ TVക്കകത്ത് കൊണ്ടുവരും. അത് ഉറപ്പാണ്, അത് ഞാൻ 100% ഉറപ്പാണ് കേസ്. ആ ഒരു സ്ലോട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കണം. ഹലോ, ആ ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരും ഇല്ല. നിങ്ങളെല്ലാരും ഗ്യാങ് ഹൗസിന് പുറത്താണ്, ഞാൻ മാത്രം ഇവിടെ. എന്നാ പുറത്തോട്ടോ ബാക്കിലോട്ട് വല്ലം വാ. ആ ഇപ്പൊ എല്ലാരും കാണാം. ഇനി എല്ലാരും ഒരുമിച്ച് എല്ലാരെ കാണാൻ പറ്റും. ഇതെന്താ? ഇത് എത്ര എണ്ണം? ഇത്ര പേരോട് ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് അങ്ങ് ഊരിയണ്ണ നോക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ ഇതിന്റെ ഫ്രണ്ടിലൊന്ന് നിരന്ന് നിക്കാം, വാ. എടാ എല്ലാരും അവിടെ നിക്കോ എല്ലാരും അവിടെ നിക്കോ. എല്ലാരും ഒന്ന് കാണട്ടെ, നിരന്നൊന്ന് കാണട്ടെ. ചന്ദ്ര, നീ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം ചന്ദ്ര, നിന്നെ അവിടെ നിന്ന് കാണണം എനിക്ക്. ജനനായകൻ. ആ കൊട മാറ്റോടാ, കൊട വൃത്തിയാടാ. ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു TVA. ഇപ്പൊ ഇന്നത്തെ റിക്രൂട്ട്മെന്റും അത് കഴിഞ്ഞിട്ടുള്ള റിക്രൂട്ട്മെന്റും OG മെമ്പേഴ്സിനും എല്ലാവർക്കും നമ്മുടെ ഒരു റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണ കുറച്ച് പരിപാടികളാണ്. ആൻഡ് എന്താ പറയാ, ഇതാരാണ് ഈ ഡ്രോൺ പറത്തി കളിക്കണേ? വേണം ആ ഡ്രോൺ അടിച്ചങ്ങ് പൊട്ടിച്ചേരെ. അപ്പൊ എല്ലാവർക്കും വെൽക്കം. അതുപോലെ തന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു കൗണ്ടായി. സോ ഇപ്പോൾ പുതിയ പ്ലേയേഴ്സ് 3 പേർക്കും ഈ ഞായറാഴ്ച കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ 3 പേരുണ്ടാവില്ല. കാരണം നമ്മൾ പഴയ മെമ്പേഴ്സിന് ഇതുവരെ നമ്മുടെ ഡിസ്കോഡിൽ നിന്ന് റോള് റിമൂവ് ചെയ്തിട്ടില്ല. സോ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ടി വന്നില്ല. വളരെ ചുരുക്കം റിക്വസ്റ്റ് ചെയ്ത ആൾക്കാരുടെ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളൂ. സോ ബാക്കിയുള്ള ആൾക്കാരുടെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം 3 പേരെ റിമൂവ് ചെയ്താലേ നമുക്ക് 3 പേരെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് 3 പേരെ റിമൂവ് ചെയ്യേണ്ട ഒരു ഇതാണ്. ആ റോള് റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ റോള് റിമൂവ് ചെയ്തിട്ട് 3 പേരെ ഈ സൺഡേ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ സൺഡേ ബാക്കി ഇന്ന് റിക്രൂട്ട് ചെയ്ത 3 പേർക്കും സൺഡേ തൊട്ടേ കളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ പ്ലേ ടൈം സിറ്റിയിൽ കുറവാണെങ്കിൽ ദയവ് ചെയ്ത് ഇതാക്കി വെക്കുക. എനിക്ക് തോന്നുന്നില്ല ഡീമിന്, എനിക്ക് തോന്നുന്നു കുറവാണോ? നല്ല ഡീമ സെറ്റാണോ? പെണ്ണു പിടിക്കാൻ ഡെയിലി കയറുന്നില്ലേ? അപ്പൊ എനിക്ക് ആഷിന്റെ ഉണ്ട്. ഓക്കെ. അപ്പൊ എല്ലാവരും പ്ലേ ടൈം സെക്കൻഡൊക്കെ പിന്നെ ഇന്നലെയും കൂടെ എല്ലാവരുടെയും നടി മേടിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് അവന് പ്ലേ ടൈം ഓക്കെയാണ്. അപ്പൊ ബാക്കി എല്ലാരും എന്താ ആക്റ്റീവ് ആവുക സിറ്റിയില്. ഇനിയിപ്പോ അങ്ങോട്ട് നമുക്ക് സിറ്റുവേഷൻസ് ഒക്കെ എടുക്കാം. എത്ര ഉള്ളു? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ചന്ദ്ര എന്തെങ്കിലും പറ. ചന്ദ്ര നീ ഇങ്ങോട്ട് വന്നു തന്നെ ഭാഗ്യം. ചന്ദ്ര നീയാണ് ഇനി സ്ട്രിക്റ്റ് ആയിട്ട് ഇവരുടെ അടുത്ത് നിക്കണ്ടേ. ഞാൻ ഇനി ഇതൊക്കെ ആരാ എനിക്ക് ആരെന്ന് പോലും അറിഞ്ഞൂടാ. ഞാൻ ആരെന്ന് പറഞ്ഞ് വിളിക്കും, പേര് മാറ്റി വിളിച്ചാൽ തള്ളക്കല്ല വിളിച്ചത് തോക്ക കഴിയും വിളിച്ചും കൊല്ലും അപ്പൊ തന്നെ. ഇല്ല ചന്ദ്ര, ഞാൻ പറഞ്ഞേ, ഇനി ഞാനാണ് ഫ്രണ്ട്ലി ആയിട്ട് അവിടെ നിൽക്കാൻ പോണേ. നീയാണ് കർക്കശക്കാരൻ, മനസ്സിലായ? കർക്കശക്കാരൻ ആകുമ്പത്തേക്കും ഞാൻ ശത്രുവായി. ഇല്ല, ശത്രു ആവൂല. വാറിൽ എന്നെ കൊണ്ടേ തുടങ്ങി. ഇല്ല ചന്ദ്ര, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരൂല. നീയാണ് കർക്കശക്കാരൻ ലീഡർ, മനസ്സിലായ? കോ ലീഡർ. ഞാൻ ഫ്രണ്ട്ലി ലീഡർ, മനസ്സിലായ? സംസാരിച്ച ചന്ദ്ര സംസാരിക്കണ്ട.
അണ്ണാ ഒരു ദിവസം പറയാണ്ടെണ്ണ. നമ്മുടെ പയ്യൻ സ്നൈപ്പില്ല അണ്ണാ. പയ്യന്റെ അക്കൗണ്ട് കിക്കില് ബാനാണെന്ന് പണ്ടെന്തോ കൊണയടിക്കാൻ പറഞ്ഞതാ മാസിലായിരുന്ന സമയത്ത്. അണ്ണ മറ്റേ ബോഗ് തെറ്റപ്പോ കൂന്ന് പറഞ്ഞിട്ടത് അണ്ണ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള പറഞ്ഞാ പിന്നെ കൂ കഴിഞ്ഞിട്ടുള്ള എന്ത് തോറ്റപ്പോ ബോഗ് തോറ്റപ്പോ കളിയാക്കാൻ വന്നതാ. കളിയാക്കാൻ നീ എന്താ ഇട്ട് ഇവിടെ കൂക്കൂന്നാ? അതെന്താ കുണ്ണേ കുണ്ണേന്നായിരിക്കും. കൂക്കൂന്നല്ല എന്തായാലും. എന്തായാലും ഇവിടെ ബാൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. നീ കൂക്കൂന്ന് സിറ്റിയിലും പുറത്ത് വേറെയാണ് ഇട്ടത്, എനിക്കറിയാം. അൺബാൻ ചെയ്ത് തരാം എല്ലാം തരാം. പുതിയ പിള്ളേരെ അതാരാ സംസാരിക്കണേ? മിന്നിയാണോ? മിന്നി സംസാരിച്ചാ പുതിയ പിള്ളേരെ നിങ്ങൾക്ക് എല്ലാവർക്കും വെടിയേക്കാനുള്ള ശക്തി തരും ദൈവം. നിങ്ങൾ ഒരു മിനിറ്റ്. ഈ പുതിയ പിള്ളേരെ 3 പേരെ പേരെന്ന് പറഞ്ഞാണ് വെന്നി. ഡീമൻ, നമ്മുടെ ചെറുക്കൻ, നമ്മുടെ ചെക്കൻ, എന്റെ ചെക്കൻ എന്നാണ് ഞാൻ വിളിക്കണേ. എന്റെ ചെക്കൻ മനസ്സിലായില്ലേ? പിന്നെ മറ്റേ ബ്രൂട്ടൽ, അവനെ ഞാൻ ബ്രൂട്ടൽ എന്നാ വിളിക്കണേ. എല്ലാത്തിന്റെ എവിടെയോ മുക്കും പോലെ ഓർമ്മയുണ്ട് കേട്ടോ. എവിടെയോ മുക്കും പോലെ ഓർമ്മയുണ്ട്. പിന്നെ വേറെ മെയിൻ ഫൺ എലമെന്റ് എന്താന്ന് വെച്ചാൽ മെന്നി ഇപ്പൊ ഈ റിക്രൂട്ട് ചെയ്ത 3 പേര് ഈ റേഡിയോയിൽ ഇല്ല. അവരോട് ഈ റേഡിയോയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഫ്രണ്ടിലോട്ട് കുറച്ച് കേറി വെക്കണം. ശരിക്കും ട്രാപ്പിലായത് ഇപ്പോഴാണ്. ഒന്നും പറയില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടോ അവരുടെ? ഇനി തൊട്ട് നിങ്ങളെ ട്രെയിനിങ് ഭയങ്കര രൂക്ഷവും കാഠിന്യമേറിയതുമായിരിക്കും. മനസ്സിലായില്ലേ? ഇത്രയും നാളെ നിങ്ങൾ നിന്നോലൊന്നും ആയിരിക്കില്ല. വേറെ ഗ്യാങ്ങിലൊക്കെ നിന്നോലെ. ഏത് ഗ്യാങ്ങിൽ നിന്ന് വന്നേ? ഈ നീലം മുടിയുള്ള ഈ ഗ്യാങ്ങിലുള്ള ഡേ ഭയങ്കര ഏത് ഗ്യാങ്ങിൽ നിന്ന് വന്നേ? അതിന് മുമ്പേ ഏത് ഗ്യാങ്ങാടാ? പറ ഞാൻ ഓൾറെഡി ചോദിച്ചായിരുന്നു കെവിനെ. അതാണ് ഓൾറെഡി ചോദിച്ചായിരുന്നു. അപ്പൊ R34 ഒരു മുമ്പേ ലീഡർ ഉണ്ടായിരുന്നോണ്ടാണ് അവൻ ഇറങ്ങിയെന്നാണ് അവൻ എടുത്ത് തന്ന റിപ്ലൈ. ജീവിതത്തിൽ ആ ഒരു ഒറ്റ കുറവേ ഉള്ളല്ലേ. ഇവൻ ലീഡർ ആയിരുന്ന സമയത്താണ് ഇവൻ കളിച്ചോണ്ടിരുന്നത്. മനസ്സിലായത്? ആ ശവത്തിനാരല്ലോ കുഴിച്ചിടോ എവിടെയും റോളർക്കാൻ വന്നെങ്കിൽ കളർ ഡ്രസ് ഇട്ട്. നിന്റെ ബർത്ത്ഡേ അടക്കുന്നേ. നേരത്തെ അടുത്തവരെ റാഗ് ചെയ്തായിരുന്നു. നേരത്തെ 4 പേര് എടുത്തവരെ. പിന്നെ അവരൊക്കെ റാഗില്ലേ? പിന്നെ ഇത്രയൊക്കെ. ചന്ദ്രന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടേ കേസ് നിങ്ങളോട്? ഇത് റെഡി ഇല്ലല്ല. ഒരു മിനിറ്റ് ഷോർട്ട് എടേ. അപ്പൊ പറയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാ നിങ്ങള് അടി ഇപ്പം വന്ന 3 പേര് അടിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അടി മാത്രം പോരാ, ഒപ്പം സംസാരം കൊണ്ടുവരണം. സംസാരമില്ലാത്തവരെ നമ്മൾ സംസാരിപ്പിച്ചോളാം, ഒന്നും കുഴപ്പമില്ല, നമ്മളെല്ലാം റെഡിയാക്കാം. പിന്നെ സിറ്റി ആകുമ്പോഴത്തേക്കും സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ ആദ്യം വന്ന് ഇപ്പം നേരത്തെ നമുക്ക് കുറച്ച് പേരുടെ ഉണ്ടായിരുന്നു. അപ്പോ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് ഇപ്പൊ വാസവനെ വിളിച്ചായിരുന്നു. വാസവൻ ഇപ്പൊ ഏത് പാതിരാത്രി ആണെങ്കിലും ചാടി വരും വാസവൻ, അല്ലേ അണ്ണാ? പിന്നല്ലാതെ. ഇനിയിപ്പോ പറയാൻ വേറെ ഇനിയിപ്പോ ആരും ഇല്ല. അതുകൊണ്ട് നിങ്ങള് നേരെ വന്നിട്ട് പറഞ്ഞാൽ മതി, നമ്മൾ ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും. ആൻഡ് വേറെ എന്താ, എല്ലാം നന്നായിട്ട് പോട്ടെ, അല്ലേ അണ്ണാ? പിന്നല്ലാതെ. അത്രയൊക്കെ ഉള്ളു. നിങ്ങക്ക് നമ്മള് ഇപ്പൊ പറയല്ല കുറച്ച് നല്ലതെന്ന് പറഞ്ഞ വെറുതെ മറ്റേ വണ്ടി ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷൻ എടുക്കാതെ നമ്മൾ ഇങ്ങോട്ട് ചൊറിയാൻ വരുന്നവന്മാരുടെ സിറ്റുവേഷൻ എടുത്തു. നമ്മളൊരു മാതൃകയാണല്ലോടാ സിറ്റിയില് എന്ന് പറഞ്ഞ. സിറ്റിയിൽ ചെറിയ വണ്ടി തട്ടി കേസിന് അങ്ങനെയൊക്കെ അടി ഉണ്ടാവണം, മനസ്സിലായില്ലേ? വാറില് ചാറ്റില് കൊണയടിച്ചടി. നമ്മളൊരു മാതൃകയാവണം, എങ്ങനെ സിറ്റുവേഷൻ എടുക്കാമെന്ന് അവന്മാര് പഠിക്കണം നമ്മളെ കണ്ട്. അതെ, വണ്ടി അടിച്ച് അടിയാണല്ലേ നമ്മള്. അതെ. പക്ഷെ പറയുന്ന ആൾക്ക് കറന്റ് 4 ദിവസത്തേക്ക് ബാനാണ്. 4 ദിവസത്തെ ബാനാണ് ഇവന്. തള്ളി കളിച്ച് 4 ദിവസം ബാനാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അതാണ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിക്കണം, മനസ്സിലായില്ലേ? അതെ, ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃകയാണ്. 4 ദിവസം ബാനാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ടീമിന് വേണ്ടിട്ട്. അതെ അതെ അതെ. അപ്പൊ എടാ ഇന്ന് MG3 ആയിട്ട് എന്തായിരുന്നു സിറ്റുവേഷൻ? അവര് കഴിയുമ്പോ മീറ്റിംഗ് വിളിക്കോ, അവര് വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അവര് പറയുവാണെങ്കിൽ സംസാരിച്ചാൽ അപ്പൊ പിന്നെ ഇത്രേ ഉള്ളൂ നമുക്ക് സംസാരിക്കാൻ. വേറെ സംസാരിക്കാനൊന്നുമില്ല.
SRKയുടെ കാര്യം കൂടെ പറയാം. SRK അവൻ എൻ്റെ അടുത്ത് ഞാൻ ലാസ്റ്റ് സംസാരിച്ചായിരുന്നു SRK അടുത്ത്. സോ കറൻ്റ്ലി അണ്ടർ സസ്പെൻഷൻ ആണ് അവൻ. അപ്പോൾ അവൻ മൈൻഡ് ഓക്കെ ആകുമ്പോൾ വന്ന് ബാക്കി സംസാരിച്ചോളാം, എന്നിട്ട് മാറ്റിയാൽ മതി എന്നുള്ള ഇത് പറഞ്ഞായിരുന്നു. അപ്പോൾ അവൻ SRK വന്ന് സംസാരിക്കുമ്പോഴത്തേക്കിന് സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്യാം. അവൻ മൈൻഡ് ഓക്കെ ആയിട്ട് വരട്ടെ. സോ അതുവരെ ബാക്കി എല്ലാവരും സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കണം. എടാ പിന്നെ എടാ പുതുതായിട്ട് വന്നവര് എല്ലായിടത്തായിട്ട് പറയണേ, നിങ്ങള് ബാക്കിയുള്ളവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇതാണ്. ലൈക്ക് നിങ്ങള് ഇപ്പം അവര് മിണ്ടിയില്ല മിണ്ടാണ്ടോന്നിരിക്കില്ല, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കണം കേട്ടോ. പറഞ്ഞുതരാം. നമ്മളിപ്പോ റിക്രൂട്ട് ചെയ്തതില് നിങ്ങളൊരു 4 പേര് ഇപ്പൊ എന്താ KVA മെമ്പേഴ്സ് ആണ്. 3-4 പേര് ഇതിനകത്ത് നേരത്തെ 2 SMG നമുക്ക് അബദ്ധത്തിൽ 2 പേരെ നമ്മൾ റിക്രൂട്ട് ചെയ്തായിരുന്നു, മാഡി സാവേജിന്. അതിന്റെ കൂടെ ഇപ്പം കുറച്ചെണ്ണത്തിനെയും കൂടെ നമ്മൾ റിക്രൂട്ട് ചെയ്തപ്പോൾ ഇപ്പൊ വീണ്ടും ഇവിടെ SMG ആയി. നിങ്ങളെല്ലാം എനിക്ക് മിക്സ്ഡപ്പ് ആക്കി കാണണ്ട, അല്ലാതെ നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ഗ്യാങ് അവരുടെ അടുത്ത് മാത്രമേ സംസാരിക്കുകയുള്ളൂ, അങ്ങനെ ഒരു സാധനം ഗൈസ് നമുക്ക് വേണ്ട. സത്യം പറഞ്ഞാൽ ലിറ്ററലി നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് വേണ്ടുന്നൊരു കാര്യമാണ്. സോ അത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സോ നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇൻട്രാക്റ്റീവ് ആയിട്ട് ഇതാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോടോ ചന്ദ്രനോടോ എല്ലാം വന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ വേറൊരു കാര്യോട് അപ്പാപ്പ ഒന്ന് വരുമോ ഫ്രണ്ടിലോട്ട്?